അഡ്വക്കേറ്റ് വി എൻ അസ്കർ. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള SFIയുടെ ഈ നീക്കം ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്നാണ്. എന്ന് പറഞ്ഞാൽ വീണ വിജയനെതിരായിട്ടുള്ള മാസപ്പടി കേസ് പാർട്ടി നേരിട്ട് ഏറ്റെടുക്കും എന്നാണോ അതിൽ നിന്ന് അർത്ഥമാകുന്നത്? ഗോപികൃഷ്ണൻ, ഇത് വളരെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസ് ഇപ്പോൾ ഇത്തരത്തിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിച്ച് കോടതിയുടെ അനുമതി മേടിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിന്മേൽ കേസുകൾ നിലവിൽ നിൽക്കുന്നൊരു സാഹചര്യവും ആ കേസ് കേട്ടുകൊണ്ടിരുന്ന ഹൈക്കോടതി ജഡ്ജിയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സാഹചര്യവും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ ചില ദുരൂഹതകളും ചില തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ വസ്തുതയാണ്. മാത്രമല്ല, ഈ കേസിൽ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇതിൽ കുറ്റപത്രം നൽകിയിട്ടുള്ളത് ഏകദേശം കേരളത്തിലെ വിവിധ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരുകൾ CMRL പണം നൽകി എന്ന അർത്ഥത്തിൽ പറഞ്ഞു കേട്ടിരുന്നു പേരുകളുണ്ട്. അവരൊക്കെ തന്നെ കുറ്റം സംഭവിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സീരിയസ് ഫ്രോഡ് CMRL കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും അവരെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കേണ്ടതായിരുന്നില്ലേ? ഇതിൽ ശ്രീമതി വീണ തൈക്കണ്ടിയെ മാത്രം പ്രതി ചേർക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നതിനു വേണ്ടിയും മുഖ്യമന്ത്രിയെ മാനസികമായി തകർത്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാൻ കഴിയുമോ എന്നുള്ളതും അതുവഴി CPMനെ ആക്രമിക്കാൻ കഴിയുമോ എന്നുള്ള RSSൻ്റെയും BJPയുടെയും തന്ത്രം മാത്രമായിട്ടാണ് നാം ഇതിനെ കൂട്ടിവായിക്കേണ്ടത്. ഇതിലപ്പുറം ഇതിൽ യാതൊന്നുമില്ല എന്ന് പാർട്ടിക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് രാഷ്ട്രീയ പ്രതിരോധവും നിയമത്തിൻ്റെതായ വഴികളും തേടും എന്ന് പറയുന്നത്. നിശ്ചയമായും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയതിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അതായത് താങ്കൾ പറയുന്നത് ഇത് ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള കേസാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് വീണ തൈക്കണ്ടിക്ക് വീണ ടിക്കെതിരായിട്ടുള്ള കേസാണ്. ആ കേസ് എന്തിന് പാർട്ടി ഏറ്റെടുക്കണം? എന്തിനാ കാര്യത്തിൽ പാർട്ടി ഒരു നിലപാട് പറയണം? രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന്. ശരി, വാദത്തിന് ഞാനത് അംഗീകരിക്കുകയാണെങ്കിൽ ഈ SFIയുടെ അന്വേഷണം അടക്കം ഉള്ള അന്വേഷണ നീക്കങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ CMRL നൽകിയ ഒരു കേസ് ഇപ്പോൾ നിലവിലുണ്ട്. ഈ അന്വേഷണമോ ഇതിൻ്റെ തുടർ നടപടികളോ ഇതൊന്നും തന്നെ കോടതികൾ വിലക്കിയിട്ടില്ല. കാരണം CMRലും KSIDCയും ഒക്കെ ഈ അന്വേഷണത്തിനെതിരെ നൽകിയ ഹർജികൾ കോടതി തള്ളുകയാണ് ചെയ്തത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെങ്കിൽ കോടതിയിൽ നിന്ന് എന്തുകൊണ്ട് അനുകൂലമായ ഒരു നീക്കം ഉണ്ടായില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല, ഒരു സ്റ്റേ ഉണ്ടായില്ല? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ മറ്റു 2 വിജിലൻസ് കോടതികളുടെ ഉത്തരവ് കൂടി വായിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ 2 വിജിലൻസ് കോടതിയിലാണല്ലോ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരിക. ഇതിലേതെങ്കിലും തരത്തിലുള്ള അഴിമതി CMRലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളിൽ അഴിമതിയുടെ ലെവലേശം ഉണ്ടായിരുന്നു എങ്കിൽ 2 കോടതികൾ, വിജിലൻസ് കോടതികൾ ആ കേസുകൾ തള്ളുന്ന സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ കേസിനെ സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കുകയും അത് പരിശോധിക്കുകയും അഴിമതിയില്ല എന്ന അർത്ഥത്തിൽ ആ കേസ് തള്ളുകയും ചെയ്തത് കഴിഞ്ഞ ആഴ്ചയാണല്ലോ. നമ്മളിതെല്ലാം കണ്ടതാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കേസിൽ കറപ്ഷൻ ഇല്ല, കറപ്ഷൻ്റേതായിട്ടുള്ള യാതൊരു ലാഞ്ചനയും ഈ കേസിലില്ല. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ. അതിൽ ഇപ്പോൾ ശ്രീമതി വീണ തൈക്കണ്ടി മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടേണ്ട ഉത്തരവാദിത്വം CPIMനുണ്ട് എന്നു തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ടാണ് CPIM അക്കാര്യത്തിൽ നിലപാടെടുക്കും എന്ന് പറയുന്നത്. CPM രാഷ്ട്രീയമായും അതിനെ നിയമപരമായും നേരിടുന്നതിനുള്ള സജ്ജമാകുന്നു. അഡ്വക്കേറ്റ് അസ്കർ, നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായിട്ടുള്ള കേസുകൾ വന്നപ്പോൾ പാർട്ടി സ്വീകരിച്ച സമീപനം ആ കാര്യങ്ങൾ വ്യക്തിയധിഷ്ഠിതമായി വ്യക്തിക്കെതിരായിട്ടുള്ളതാണ്, അവർ ആ നിലയ്ക്ക് നിയമപരമായി നേരിടട്ടെ എന്നാണ്. ഇപ്പോൾ വീണ വിജയനെതിരായിട്ടുള്ള കേസും വന്നിരിക്കുന്നത് ഇപ്പോൾ SFIO, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഹൈക്കോടതി വിധികൾ നോക്കണാൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെ വിധികൾ അനുകൂലമായിരുന്നല്ലോ എന്നാണ്. ഇവിടെ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അതിൻ്റെ ഉത്തരവിലെ മൊഴി അനുസരിച്ച് കേസെടുക്കുന്നതിൽ നിയമതടസ്സമുണ്ട് എന്ന് കോടതിയിൽ ചെന്നപ്പോൾ SFIO പറഞ്ഞത് ഇത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിലെയും കൊച്ചിയിലെയും ഓഫീസുകൾ നേരത്തെ നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ROC ഇൻസ്പെക്ടറുടെ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ടിനെയും ആധാരമാക്കിയാണ് SFIO അന്വേഷണം നടത്തിയതെന്നാണ്. മാത്രമല്ല, ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ തുക സേവനം നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിലേക്കാണ്
ഇത് ചെന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എവിടെ നിൽക്കുന്നു എന്നാണ് ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് പാർട്ടി ഏറ്റെടുക്കേണ്ടത് ഏത് ഘട്ടത്തിലാണ്? കാരണം മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൾ ഓൺ ചെയ്യുന്ന അവരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് SFIO കണ്ടെത്തിയിരിക്കുന്നത്. എന്തിന് മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര നേതാക്കളടക്കം ഒന്നിച്ചു നിന്ന് ഇതിനെ നേരിടുമെന്ന് പറയേണ്ടി വരുന്നു? എന്താണ് അതിൻ്റെ സാങ്കത്യം, അതിൻ്റെ ഔചിത്യം എന്താണ്? അതല്ല ഗോപീകൃഷ്ണൻ, ഇതിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി തുടരുന്ന ആളാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ശ്രീമതി വീണ തൈക്കണ്ടിയെ ഈ കേസിൽ പ്രതികരിക്കപ്പെട്ടിട്ടുള്ളത്. അതൊന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നമ്മൾ പലയാവർത്തി ചർച്ച ചെയ്താണ്. ഇന്ററിം സെറ്റിൽമെന്റ് ഇത് മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കമ്പനിയുമായി നടത്തിയ പണമിടപാടിന്റെ കേസാണ് എന്ന് താങ്കൾക്കറിയാമല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ പരസ്യമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് പിന്തുണ നൽകിയിരുന്നു കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന ഘടകം. എന്താണ് പറഞ്ഞത്? ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അതിന് മതിയായ രേഖകളുണ്ട്, അത് മറ്റ് അന്വേഷണ ഏജൻസികൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യം എന്താണ് എന്നാണ് കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന നേതൃത്വം അന്ന് ചോദിച്ചത്. ആ ചോദ്യവും ആ ഘട്ടത്തിൽ അസ്ഥാനത്തായിരുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അതിനകത്ത് ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടെന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ഒരു കേസ് പാർട്ടിക്കെതിരെയായിട്ടും LDF സർക്കാരിനെതിരെയുമായിട്ടുള്ള നീക്കമായിട്ടാണ് പാർട്ടി കാണുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളെ പ്രതി ചേർത്തിട്ടുള്ള ഈ കേസിൽ ധാർമ്മികമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുകൂടി നിങ്ങൾ അംഗീകരിക്കണ്ടേ? അല്ല ഗോപീകൃഷ്ണൻ, ഇതിലൊരു ധാർമ്മികതയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരു ചെറിയ ഒരു ഉദാഹരണം പറയാം. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയോ ഒക്കെ തന്നെ ബന്ധുക്കൾ ഏതെങ്കിലും ഘട്ടത്തിലൂടെ റോഡിലൂടെ ഒരു വാഹനം ഓടിച്ചു പോവുകയും ആ വാഹന അപകടത്തെ തുടർന്ന് ഒരാൾ മരണപ്പെടാനിടയാവുകയും ചെയ്തു എന്ന് കരുതുക. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും അതുപോലെ ഭാരതീയ ന്യായ സംഹിതയിലും വളരെ കുറ്റകൃത്യം ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതാവ് നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ത് യുക്തിക്ക് നിരക്കുന്ന ഭാഗമാണ്? ഇവിടെ ഏതെങ്കിലും തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ചേർത്ത് വെക്കാവുന്നതാണോ ഒരു സാമ്പത്തിക ക്രമക്കേട്? സാമ്പത്തിക ക്രമക്കേടല്ല, ഇതിലെ വളരെ ലളിതമായി തന്നെ ചിന്തിക്കൂ. ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ SFIO നടത്തിയിട്ടുള്ള 447 എൻക്വയറി നടത്തിയിട്ടുണ്ട്. കമ്പനീസ് ആക്ടിൻ്റെ 2013 447 വകുപ്പ് പ്രകാരം നടത്തിയിട്ടുള്ള അന്വേഷണത്തെ തുടർന്നാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. കുറ്റകൃത്യം തന്നെയാണ്. ഒരുപക്ഷെ ആ കുറ്റകൃത്യം കണ്ടെത്തുന്നതിനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ എവിടെയെങ്കിലും ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും അതുവഴി CMRൽ ഏതെങ്കിലും നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട് എന്നും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ റിപ്പോർട്ടിൽ എവിടെയില്ല. ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ഏതെങ്കിലും നേട്ടങ്ങൾ CMRലും കർത്തയും നേടിയിട്ടുണ്ട് എന്ന് യാതൊരു വിധത്തിലുള്ള ഇത് വളരെ ലളിത, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ ലളിതമാണല്ലോ ഈ കാര്യം. നിയമമണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഓണർഷിപ്പിലുള്ള ഒരു കമ്പനിക്ക് എന്ത് സേവനത്തിന്റെ പുറത്താണ് 2,70,00,000 രൂപ കൈമാറിയത് എന്ന് വിശദീകരിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? അല്ല, അതിൽ വിശദീകരിക്കേണ്ടത് അവിടെ മറ്റൊരു പ്രശ്നമാണ് ഉദിക്കുന്നത് ഗോപീകൃഷ്ണൻ. എന്തുകൊണ്ട് പൊതുമണ്ഡലത്തോട് മുഖ്യമന്ത്രിയുടെ മകളും അതല്ലെങ്കിൽ എക്സാലോജിക്കും പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ട് കമ്പനികൾ നടത്തിയിട്ടുള്ള ഇടപാടുകളെ പൊതുമണ്ഡലത്തിൽ പറയണ്ടല്ലോ, കമ്പനിയുടെ പൊതുമണ്ഡലത്തിൽ പറയണ്ടല്ലോ എന്ത് സേവനം ചെയ്തു എന്ന് ഇത് വീണ വിജയനെ കൂടി കേട്ട ശേഷമാണ്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ട ശേഷമാണ് ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പൊതുമണ്ഡലത്തിൽ വന്ന് പരസ്യമായി പറയുന്നതിനെ കുറിച്ചല്ല അഡ്വക്കേറ്റ് അസ്കർ ഞാൻ പറഞ്ഞത്. ഈ കാര്യത്തിലെ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ അവർക്ക് പറയാനുള്ള ഭാഗം കൂടി കേട്ട ശേഷമാണ് അവരെ പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് SFIO കടന്നിരിക്കുന്നത്. ഇതിലാദ്യം വന്ന വിവാദങ്ങളുടെ മറ്റൊരു ഘട്ടത്തിൽ പറയുന്നത് എന്താ? ഈ എക്സാലോജിക്കും ശ്രീമതി വീണ തൈക്കണ്ടിയും ഒരു തരത്തിലും ഇതിൽ GST പോലും അടച്ചിട്ടില്ലെന്നാണ്. GST അടച്ച രേഖകളടക്കം നമുക്ക് പൊതുമാധ്യമങ്ങളിലും പൊതുമണ്ഡലത്തിലും വന്നിരുന്നല്ലോ. അപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനി ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നു. ആ സേവനത്തിന് കൃത്യമായി GST അടക്കം അടച്ച് നിയമപരമായി തന്നെയാണ് ആ ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്ന്
പൊതുമണ്ഡലത്തിന് ബോധ്യപ്പെടുന്നതിനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ബന്ധം അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ എന്തിനാണ് നമുക്ക് എഴുതാപ്പുറങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക? ഇതൊരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. ഈ സർമൈസസും കൺജങ്ക്റ്റേഴ്സും കൊണ്ട് നിറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഈ 447 ഈ എൻക്വയറിയെ തുടർന്ന് വരാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈ കേസിൽ നിശ്ചയമായും അവർ ഒഴിവാക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ താങ്കളോട് ചോദിച്ചത് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ 2024 ഫെബ്രുവരി 16 SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഈ എക്സാലോജിക്കയുടെ ഡയറക്ടറായ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഒരു ഹർജി നൽകിയിരുന്നു കർണാടക ഹൈക്കോടതിയിൽ. അത് തള്ളിപ്പോയി. CMRL ഇപ്പോൾ ഡൽഹി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ വിചാരണഘട്ടം അതിൻ്റെ ഹർജികൾ കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്നതിൻ്റെ പേരിലാണല്ലോ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ തുടരന്വേഷണം ഉണ്ടായതും ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നതും. ഞാൻ ചോദിക്കുന്നത്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ ഈ തുടരന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നിർത്തിവെക്കണമെന്ന വീണയുടെയും അതല്ലെങ്കിൽ അതിനുശേഷം സമീപിച്ച KSIDCയുടെ ഒക്കെ ആവശ്യം കോടതി അംഗീകരിക്കുമായിരുന്നില്ലേ? പകരം ഒരു തരത്തിലും ആ അന്വേഷണത്തിൽ ഇടപെടാൻ കോടതി തയ്യാറായില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ഒരു മറുപടി വേണ്ടേ? അതല്ല ഗോപികൃഷ്ണൻ, ഇതിൽ സുപ്രീം കോടതിയുടെ അടക്കം വിവിധ വിധിന്യായങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു അന്വേഷണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നതിന് അന്വേഷണ ഏജൻസികളെ തടസ്സപ്പെടുത്തുന്നതിന് ഹൈക്കോടതികൾക്കോ സുപ്രീം കോടതിക്കോ അധികാരമില്ല. എന്തുകൊണ്ടെന്നാൽ അതിൽ ഇടപെടുക എന്ന് പറയുന്നത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലോസോ ഫോൾട്ടോ കണ്ടെത്തിയാൽ മാത്രമേ ഇടപെടാൻ കഴിയൂ. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്നൊരു അന്വേഷണമായിരുന്നു ഒരുപക്ഷെ കർണാടക ഹൈക്കോടതിയിൽ ശ്രീമതി വീണ തൈക്കണ്ടി നൽകിയ ഹർജിയുടെ ഘട്ടത്തിൽ ആ SFIOയുടെ അന്വേഷണം തുടക്കഘട്ടത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ആ അന്വേഷണം തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. വളരെ ലളിതമല്ലേ അക്കാര്യത്തിൽ? ഇവിടെ ഞാൻ ഉന്നയിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും തരത്തിലുള്ള അഴിമതിയുണ്ടോ? അങ്ങനെ അഴിമതിയുണ്ട് എന്ന് ഈ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ മാത്രമല്ല, 2 വിജിലൻസ് കോടതികൾ ഇത് സംബന്ധിച്ച് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരില്ല എന്ന പ്രഖ്യാപനം ഉണ്ടാകുകയും അത് ശരിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയും ചെയ്തു. അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. ഇതിൽ ഒരു തരത്തിലും ഉള്ള അഴിമതി എന്ന് പറയുന്നതില്ല. 2 കമ്പനികൾ നടത്തിയിട്ടുള്ള ഇടപാടുകൾ, ആ 2 കമ്പനികൾ നടത്തിയിട്ടുള്ള ഇടപാടുകളെ തുടർന്ന് വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കേസ് പോകുന്നത്. താങ്കൾ ഈ കോടതി വിജിലൻസ് അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഒരു റിപ്പോർട്ട് വന്നത് എക്സാലോജിക് കമ്പനിയുമായി CMRL ഇവർ തമ്മിൽ നടത്തിയത് ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ് എന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROCയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് SFIO അന്വേഷണം ഉണ്ടാകുന്നതും ഇപ്പോൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്.